അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പം ഇന്ന് നമ്മളോട് ചെറിയൊരു സൽക്കാരം ഉണ്ട് കേട്ടോ. ഞാനിവിടെ കേട്ടോ വായക്കാടാണ് ഉള്ളത്. വായക്കാട് എത്തി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടാവും വീഡിയോയിൽ. വായക്കാടാണ് ഉള്ളത്. അപ്പം നമ്മളോട് ഒരു സൽക്കാരം ഉണ്ട്. ആങ്ങളിനി പെണ്ണുങ്ങളി നാത്തൂരാണല്ലേ ഞാൻ. അപ്പം ആങ്ങളിനി പെണ്ണുങ്ങളി ഇങ്ങോട്ട് ഇന്ന് സൽക്കാരമാണ് കേട്ടോ. രാത്രിയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഐസമോൾ അങ്കലവാടി ചേർത്താൻ എന്നോ അയക്കണേ നമ്മൾ ഇതുവരെ ചേർത്തിയിട്ടില്ലേനി. അപ്പോൾ ഐസമോൾ അങ്കലവാടിയിൽ ചേർത്തണം. അപ്പോൾ നമുക്കൊന്ന് അലിഫ് എഴുതിപ്പിച്ച് ഓളെ കൊണ്ടുവരാമെന്നുള്ള നിലയ്ക്ക് ഞങ്ങളിപ്പം അലിഫ് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ബേബി ഉണ്ട്, ഞാനും ഷെമിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓളൊന്ന് അലിഫ് എഴുതിപ്പിക്കാൻ പോവുകയാണ് ഇപ്പോൾ. എന്നിട്ട് ഞാൻ പുഡിങ്ങൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇന്നലെ രാത്രിയാണ് സെറ്റാക്കി വെച്ചിരിക്കണത്. അപ്പോൾ ഇന്ന് രാത്രിയാണ് വൈകുന്നേരം ഒരു വരിക, കുറച്ച് നേരം മരിവൊക്കെ ആകുമ്പോഴത്തേനും ഒരു വരികയ്ക്കും എന്താണെന്നറിയില്ല. അപ്പോൾ സൽക്കാരും വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഉണ്ടാക്കണില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പോയിട്ട് വരാമെന്ന് കരുതിയായത്. നമ്മളൊന്ന് എഴുതിപ്പിച്ചിട്ട് കൊണ്ടുവരാമെന്ന് കരുതി. എന്നാൽ പിന്നെ എപ്പോഴാണെങ്കിലും നമുക്കവിടെ പറഞ്ഞേക്കാലോ. ഇത് എഴുതാത്തതിനോട് ഓളങ്ങനെ പറഞ്ഞേക്കാനും കഴിയൂല. അങ്ങനെ നിൽക്കണം. അപ്പോൾ ഒന്ന് അലിഫ് എഴുതിപ്പിച്ചിട്ട് വരാം. ആദ്യം നമുക്ക് അലിഫ് എഴുതിച്ചിട്ട് വരാം, എന്നിട്ടാണ് നമ്മളെ സൽക്കാരം. അപ്പോൾ ഇന്ന് സൽക്കാര വീഡിയോയും അലിഫ് വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാം കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മൾ ഐസമോളെയൊക്കെ മാറ്റി ഞാൻ പുറത്തൊക്കെ ആക്കിയാണ് കേട്ടോ. അപ്പോൾ ചിന്നുണ്ട്. ചിന്നു ഞങ്ങൾ വന്നില്ലേനി കേട്ടോ, പിറ്റേന്ന് വന്നതാണ്. പിന്നെ നീലു അതിനൊക്കെ ഇതാക്കണ മാറ്റി ഇറങ്ങിക്കണേ. നമ്മൾ കുട്ടികളും ബേബി ഞാനും ഷെമിയാണ് കേട്ടോ പോണത്. പിന്നെ പോണ വഴിക്ക് നമ്മളൊരു കുഞ്ഞ് വട്ടമൊക്കനെയൊക്കെ വാങ്ങിയിട്ടോ. തങ്ങളുടെ അടുത്തേക്ക് പോവുകയല്ലേ, അപ്പോൾ ഒരു കുഞ്ഞ് വട്ടമൊക്കനെയൊക്കെ വാങ്ങിയിട്ട് കൊടുത്ത് രസമാണല്ലോ മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ അലിഫൊക്കെ എഴുതിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. അധികം നേരം ഒന്നും നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ പോരുന്ന വഴിക്കൽ ഷെമി ചോറൊന്നും തിന്നിട്ടില്ലേനി കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനൊക്കെ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ചായയും ഈ മക്കൾക്കൊക്കെ ലൈമും നമുക്ക് ചായയും കടിയൊക്കെ തിന്ന് ലൈറ്റായിട്ട് നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ മൂന്നാളും അതിമ ഇരുന്നിട്ട് ആടെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അരിപ്പൊക്കെ എഴുതി പെരയിലെത്തിട്ടോ. പെരയിലെത്തി 7 മണിയായിട്ടോ. നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ പോവാണ്. ജ്യൂസ് അടിച്ച് വെക്കണല്ലോ, ഒക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. വരുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ചോറ് എത്തിക്കണം കേട്ടോ. മറ്റേത് നമ്മൾ അന്നേരം പോയി കൊണ്ടുവരാൻ എത്തിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ബീഫ് ബിരിയാണിയും പിന്നെ ബ്രോസ്റ്റും കുബൂസൊക്കെ ആണ് കേട്ടോ. നമ്മൾ അതൊക്കെയാണ് കേട്ടോ വാങ്ങണത്. നമ്മളിന്ന് പെരയിലൊന്നും ഉണ്ടാക്കണമല്ല, ഫുള്ള് നമ്മൾ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതാക്കണ ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ ചിന്നും ഇങ്ങനെ കുഴിയൊക്കെ കളഞ്ഞ് റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം അടിക്കണില്ല കേട്ടോ. നമ്മൾ എത്താനാവുമ്പോൾ അടിക്കാമെന്നാണ് വിചാരിച്ചില്ലെങ്കിൽ പിന്നെ കഴിച്ചാലോ. മുസമ്പിയാണ്, പക്ഷേ ഫുള്ള് കുരും കഴിഞ്ഞാൽ കഴിക്കൂല എന്നൊക്കെ പറയും. ഇനി എന്താ അറിയില്ല, കയ്പുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ വരാൻ കാലത്താണ്ട് അടിച്ചാന്നാട്ടോ കരുതിയത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സൽക്കാരും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. മുസമ്പിയാണ് കേട്ടോ നമ്മളെ ജ്യൂസ്. മുസമ്പി മോശമൊന്നും ഇല്ലല്ലോ. അപ്പോൾ മുസമ്പി കേട്ടോ വാങ്ങിയത്. വരുന്നുണ്ടോന്നുണ്ട്. ഇനി വരെ പോകുകയെന്ന് അറിയില്ല. ഉണ്ടേതായാലും എല്ലായിടത്തും കാണാണ്ട്. അപ്പോൾ ഫുഡ് ഇതാക്കണ ചോറ് എത്തിക്കണം കേട്ടോ. ചോറ് നമ്മൾ വരുന്നതിൻ്റെ മുന്നെത്തി. നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ മറ്റേത് നമ്മളപ്പോൾ പോയി കൊണ്ടുവരാൻ നിർത്തിക്കാണ്. പിന്നെ ഞാൻ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ ജ്യൂസ് അല്ലേ. പിന്നെ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കിന്. ഇപ്പോൾ വരും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ചിന്. വരുമായിരിക്കും ഇപ്പോൾ. വെക്കല്ലേ. പിന്നെ അത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓല എത്തിയിട്ടോ. ഫസ്റ്റ് ഇമ്മി വാപ്പിയാണ് കേട്ടോ എത്തിയത്. അപ്പോൾ ഇമ്മി വാപ്പി ഇതാ ഫസ്റ്റ് എത്തി. പിന്നെ മോളും മോനൊക്കെ വന്നിട്ടോ ബാക്കിൽ. അപ്പോൾ ഓല് ഫസ്റ്റ് എത്തി. അപ്പോൾ ഓലോണ്ട് ഇരിക്കാനൊക്കെ പറയാണ് കേട്ടോ ബേബി. അപ്പോൾ ഐസമോൾ ഇങ്ങനെ അറിയാത്ത മാതിരി നിൽക്കട്ടെ. ഓൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ, അറിയാത്ത പോലെ നിൽക്കുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം ജ്യൂസൊക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നാരെ ഫുള്ള് വീഡിയോ എടുക്കാനൊന്നും എന്നോട് കഴിഞ്ഞിട്ടുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുക്കാമെന്നൊക്കെ ഉള്ള പുറപ്പാടിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വന്നിക്കാണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ പേരിൽ തന്നെ പരിപാടി ആകുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ എടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ആരെങ്കിലും എടുക്കാനൊക്കെ വേണം, എന്നാൽ പിന്നെ ഇങ്ങനെ വീഡിയോ അങ്ങനെ എടുത്തെന്നോളൂ. അപ്പോൾ അതാ ഫുഡൊക്കെ നിരത്തി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഷെമി എടുത്തതാണ് കേട്ടോ. ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ അടിപൊളി ബീഫ് ബിരിയാണിയും നമ്മളെ ഫാരിസ് ഹോട്ടലത്തെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ സോസ് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഇത് കാണുന്നത്. ഇങ്ങനെ കച്ചപ്പും കൂട്ടി മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മയോണൈസൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ മിക്സ് ചെയ്യുകയൊക്കെ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്താരെ ഫുള്ള് കൊണ്ടുപോയി ടേബിളിലൊക്കെ വെച്ച് പിന്നെ അവരോട് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ ഫുള്ള് മേശമ കൊണ്ടുവച്ചാൽ ഓലെ വിളിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളും ഭക്ഷണം കഴിച്ചിട്ടോ. വാപ്പ നമ്മൾ തറവാട്ടത്തെ വീട് കാണാനും വേണ്ടിയിട്ട് പോയേക്കേനിട്ടോ. വാപ്പയും
പിന്നെ ഷെമിയും കൂടി അങ്ങോട്ട് പോയിക്കേനെ. അപ്പം പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ പിന്നെ നമ്മൾ പുഡിങ്ങൊക്കെ എടുത്തത് കേട്ടോ. അപ്പം തന്നെ എടുത്തില്ല കേട്ടോ, ചോറ് തിന്നപ്പോൾ തന്നെ എടുത്തിട്ടില്ലേനി. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള മാംഗോ ആണ് കേട്ടോ ഫ്രൂട്ട്സായിട്ട് കട്ട് ചെയ്തത്. അങ്ങനെ അതൊരു കുഞ്ഞു സൽക്കാരം, അധികമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു സൽക്കാരം കേട്ടോ. അപ്പോൾ സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഓല് പോവുകയാണ്. യാത്രയൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നിന്നിക്കണം കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് അങ്ങനെയൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം പിന്നെ ഓലെല്ലാവരും ഇതാക്കണം പോവുകയാണ് കേട്ടോ. ഇമ്മയും ബാപ്പിയും വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഓല് പോയിട്ടുള്ള അടുക്കളൻ്റെ കോലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ചിന്നപ്പോത്തിന് പാത്രം കഴുകലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ പാത്രമൊക്കെ ഫുള്ള് കഴുകിയാൽ പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങിയിട്ട് എന്തെങ്കിലും പരിപാടി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, കുറേ പാത്രവും ചട്ടി കുടിക്കൊക്കെ ഉണ്ടാവുമല്ലോ മോറാൻ. അങ്ങനെ പിന്നെ ഫുള്ള് മോറി കഴുകി ഞങ്ങൾ ഉറങ്ങി. അപ്പോൾ അത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ അടിക്കട്ടോ.